ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറി ആയാലോ? അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ചത്, സബോള അരിഞ്ഞത്, ക്യാപ്സിക്കം, കിഴങ്ങ്, പച്ചമുളക്, തക്കാളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേപ്പില. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണയൊഴിച്ച് ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കുക. ഇതിനുശേഷം നമ്മുടെ പൊടികളെല്ലാം ഇട്ട് ചൂടാക്കുക. നമ്മളിവിടെ സവോളയൊന്നുമല്ല വഴറ്റുന്നത്, ആദ്യം പൊടികളാണ് ഇട്ട് ചൂടാക്കുന്നത്. അതാണ് ഈ കറിയുടെ സ്പെഷ്യൽ. പൊടി പൊടികളുടെ പച്ചമണം മാറി നല്ലതായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. സ്പൈസസിൻ്റെ പച്ചമണം മാറാനായിട്ട് നല്ലവണ്ണം അതൊന്ന് വഴറ്റുക. അതിനുശേഷം നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഞാൻ അരിയുകയോ ചതയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, അത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഓപ്ഷണബിളാണ്, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇടുക. ഞാനിവിടെ ഇരുന്നത് കൊണ്ട് അതെടുത്തിട്ടതാണ്. അതൊരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ ചിക്കനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും സബോള കണ്ടില്ല, നമ്മുടെ കിഴങ്ങ് ഇതെല്ലാം അരിഞ്ഞ് വെച്ച സാധനങ്ങൾ അതൊക്കെ പിന്നീടാണ് വരുന്നത്. നമ്മുടെ ഈ കറിയുടെ ഒരു പ്രത്യേകതയാണത്. നമ്മുടെ ചിക്കൻ ഇട്ടതിന് ശേഷം അത് നന്നായി യോജിപ്പിക്കുക. അത് ആ മസാല എല്ലാം ചിക്കനിൽ മുഴുവനായിട്ട് പിടിക്കണം. എല്ലാത്തിലും നല്ലവണ്ണം ഇളക്കി എല്ലാം നല്ലതുപോലെ യോജിപ്പിക്കുക. നമ്മുടെ ചിക്കനിൽ മസാല നന്നായി പിടിച്ചതിന് ശേഷം നമ്മൾ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനൊരു മീഡിയം കിഴങ്ങാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കൂടെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക്, തക്കാളി, നമ്മുടെ വേപ്പില എന്നിവയും ഇട്ട് കൊടുക്കുക. ആരും ഉപ്പിടാൻ മറക്കല്ലേ, ഞാൻ ഇപ്പോൾ ഉപ്പിടുന്നുണ്ട്. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി അതിന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മളിതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വറുക്കാനിടാം. ഇവിടെ കറി കൂട്ടാത്തവരൊക്കെ ഉണ്ട്, അതാണ് 2-3 കഷ്ണം വറുക്കാനിടാമെന്ന് വിചാരിച്ചത്.
അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കിയാലോ. ഇതേ ആ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ടുണ്ട് കറിയല്ലേ. നിങ്ങൾ നോക്കിയാൽ നമ്മളൊരു തുള്ളി വെള്ളം ഒഴിക്കാഞ്ഞതാണ്. അപ്പോൾ അതേ ചിക്കനിൽ നിന്നും സവോളയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഇറങ്ങി ചിക്കൻ വേവാനുള്ള വെള്ളമായിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കുകയൊന്നും വേണ്ട. നമുക്കിനി അതൊന്നും കൂടെ ഇളക്കി എല്ലാം യോജിപ്പിച്ച് മൂടി വെച്ച് ഇനി ഒന്നും കൂടെ വേവിക്കാം നമുക്ക്. കറി വീണ്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം. വീണ്ടും ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി ഒരു ഗ്രേവി നല്ലവണ്ണം നമുക്കായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ എന്തോരം വെള്ളമായി. നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് പറ്റിച്ച് ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ കറി എന്താണെന്ന് നോക്കാം. അതേ നമ്മുടെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയേ കറിയെല്ലാം നല്ല ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി നല്ല സെറ്റായിട്ട് നമ്മുടെ കറി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അടിക്കുന്നുണ്ടോ ഇതിൻ്റെ സ്മെല്ല്? നല്ല ഒന്നാന്തര സ്മെല്ലും വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എനിക്ക് കമൻറ്റ് ബോക്സ് റിപ്ലൈയും തരണം നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ളത്. എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഇടയ്ക്കൊന്ന് ക്യാമറ മാറ്റിയത് ക്യാമറയിലേക്ക് അതിൻ്റെ ആവിയെല്ലാം കൂടെ അടിച്ചിട്ട് മങ്ങിയത് കൊണ്ടാണ് കേട്ടോ. ഇതൊന്ന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ചിക്കൻ കറി, സ്പെഷ്യൽ ചിക്കൻ കറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?